ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴം കൊണ്ടുണ്ടാക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു സ്നാക്ക് ആയിട്ടാണ്, ഒരു 4 മണി പലഹാരമായിട്ടാണ്. ഇപ്പോൾ ഇഫ്താറിനൊക്കെ നമുക്ക് ഇപ്പോൾ ഇഫ്താറിൻ്റെ ഒരു സമയമാണ്. അപ്പം ആ ഇഫ്താറിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ്, അല്ലെങ്കിൽ ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് കാണാനൊക്കെ നല്ല ഭംഗി, അതിലുപരം നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് കശുവണ്ടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഏതെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ബദാം ചേർത്ത് കൊടുക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കാഷ്യൂനട്ട് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടുത്തത് ഇതിനകത്തോട്ട് ഞാൻ പഴമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 2.5 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പഴം വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് പഴം വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. നേന്ത്രപ്പഴം എടുക്കാം, റോബസ്റ്റ പഴം എടുക്കാം, ഏത് പഴമാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. രുചിക്ക് യാതൊരു മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഞാൻ ഇതൊന്ന് നന്നായിട്ട് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കണം. കാരണം നമുക്ക് കട്ടയായിട്ട് കിടക്കേണ്ട കാര്യമില്ല. അതായത് കടിക്കാനുള്ള പരുവത്തിന് നമ്മുടെ ഈ പഴങ്ങൾ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് കറക്റ്റായി വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചുടച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം 1 മിനിറ്റോളം ഈ ഒരു നെയ്യിലൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതോടൊപ്പം തന്നെ ഒന്ന് ഈ ഒരു പഴമൊക്കെ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ പഴമൊക്കെ ഞാനിവിടെ ഉടച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം. ഞാൻ 1.5 ടേബിൾ സ്പൂണോളമുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ട്. കാരണം ഞാനെടുത്ത പഴത്തിന് വലിയ മധുരമൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ചേർത്തു എന്ന് മാത്രം. അടുത്തത് നമുക്ക് അല്പം തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കാം. ഇത് ഡെസിക്കേറ്റഡ് കൊക്കനട്ടാണ്, ഫ്രഷ് ആയിട്ട് ചെരുകിയ തേങ്ങ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിനകത്തുള്ള നമ്മൾ പഞ്ചസാരയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും ഇത് ഇച്ചിരി വെള്ളം പോലെയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിലത്തെ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മുതൽ 3 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. വെള്ളവൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. ഇത് വളരെ ഫില്ലിങ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ഒരു അവൽ ചേർത്ത് കൊടുക്കുന്നത് ഒന്ന് നമ്മൾ ഈ വെള്ളം വറ്റിയെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ മിക്സ് കുറച്ചും കൂടെ ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് നമുക്ക് ഒരു അവലിൻ്റെ ഒരു സ്വാദൊക്കെ നമുക്ക് കിട്ടുന്നതും ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2.5 ടേബിൾ സ്പൂണോളം അവൽ ചേർത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മിക്സ് ഇവിടെ റെഡിയാണ് കേട്ടോ. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ടുമില്ല, എന്നാൽ ഒത്തിരി അങ്ങ് എന്താ പറയുക ലൂസ് പോലെയല്ല ഇരിക്കുന്നത്. ഇതാണ് ഒരു കറക്റ്റ് പരുവം. ഇത് നമുക്കിനി ഒരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മളൊരു ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് എന്തായാലും ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു ബേസ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് 2.5 കപ്പോളമുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ 200 ml കപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. എടുക്കുന്ന കപ്പിൽ തന്നെയായിരിക്കണം നമ്മൾ അരിപ്പൊടി എടുക്കാനെന്ന് മാത്രം. അപ്പോൾ ഈ ഇതിനകത്തോട്ട് ഞാൻ 1/2 ടീസ്പൂണോളമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂണോളമുള്ള എണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഈ വെള്ളം നല്ലതുപോലെ തന്നെ തിളയ്ക്കാനായിട്ട് ഒന്ന് അനുവദിക്കുക. നമ്മളിവിടെ അരിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ആ അരിപ്പൊടി വേവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ ഏത് കപ്പിലാണോ വെള്ളം എടുത്തത് ആ കപ്പിൽ തന്നെ 2 കപ്പോളമുള്ള വറുത്ത അരിപ്പൊടിയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ വറുക്കാത്ത അരിപ്പൊടിയും വെച്ചിട്ട് ഇത് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ ഇവിടെ വീട്ടിലിപ്പോൾ ഉണ്ടായിരുന്നത് വറുത്ത അരിപ്പൊടിയാണെന്ന് മാത്രം.
ഇനിയിപ്പോൾ ഇതാ ഈ അരിപ്പൊടി ഇട്ടിട്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് പതുക്കെ ഒരു സ്പൂൺ വെച്ച് ഒത്തിരി അങ്ങ് ഇളക്കി കൊടുക്കണ്ട, ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ഇളക്കി ഇതുപോലെ ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫ്ലെയിം ലോവിലോട്ട് മാറ്റണം, ഏറ്റവും താഴത്തെ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് 1 മിനിറ്റോളം അങ്ങനെ തന്നെ മൂടിയിരിക്കട്ടെ. അതിനുശേഷം നോക്കാം. അപ്പോൾ ഇതവിടെ 1 മിനിറ്റ് കഴിഞ്ഞു, ഞാനിതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ആവിയൊക്കെ വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതാ നമ്മളിനി ഒരു ഫ്ലെയിം ഞാൻ അങ്ങനെ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ ഇളക്കിയെടുക്കുന്നത് പോലെ തന്നെ ഞാനൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതാ ഞാൻ ഇതൊരു ബൗളിനകത്തോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുഴയ്ക്കാൻ പറ്റുന്ന ആ ചൂടോട് കൂടെ തന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം, എങ്കിലാണ് നന്നായി സോഫ്റ്റ് ആയിട്ടൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 1 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇതാ നമ്മുടെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടാവുന്ന ഒരു സമയത്ത് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ മാവൊക്കെ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഞാൻ കണ്ടില്ലേ, പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കൈ എങ്ങനെ ഊർന്നു പോകുന്നുണ്ട്, അത്രയും സോഫ്റ്റാണ് നമ്മുടെ മാവ്. നമ്മുടെ ഫില്ലിങ്ങും അടുത്ത് തന്നെ വെക്കുക. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന വലിപ്പത്തിനനുസരിച്ചിട്ടുള്ള മാവ് ഇതുപോലെ ചെറിയൊരു റോൾ എടുക്കുക. അതിനുശേഷം നമ്മൾ സാധാരണ പരത്തുന്നത് പോലെ തന്നെ ഞാൻ ചപ്പാത്തിയുടെ റോളർ വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഒത്തിരി ഒട്ടിപ്പിടിക്കുന്ന തോന്നുവാണെന്നുണ്ടെങ്കിൽ അല്പം അരിപ്പൊടിയോ അല്ലെങ്കിൽ മൈദപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കാം. അതൊരു ഗ്രീസൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കും. പക്ഷേ ഞാൻ ആദ്യത്തെ 2 എണ്ണം മാത്രമാണ് ഒരു പൊടി ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊന്നും എനിക്ക് പൊടി ഇടേണ്ട വന്നേ ഇല്ലായിരുന്നു. അത് പെർഫെക്റ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇനി ഞാൻ ഒത്തിരി നൈസായിട്ട് നമുക്ക് പരത്തെടുക്കേണ്ട കാര്യമില്ല, ഒരു അത്യാവശ്യം ഒരു കട്ടി വേണം കേട്ടോ. അപ്പോൾ അതാ ഞാനൊന്ന് പരത്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാനിതൊന്ന് പരത്തെടുത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിവിടെ ഒരു കട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും പാത്രത്തിൻ്റെ ഒരു വട്ടമുള്ള ഒരു പാത്രത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ ഗ്ലാസ് കുടിക്കുന്ന വലിയ വട്ടമുള്ള ഗ്ലാസിൻ്റെ വായ്വട്ടം വെച്ചിട്ട് അതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തുന്ന കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒത്തിരി ഫില്ലിങ് വെക്കേണ്ട. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് വളരെ ചെറിയതായിട്ടുള്ള ഒരു എന്താ പറയുക വട്ടം മാത്രമാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ഫില്ല് ചെയ്യാൻ ഒക്കത്തില്ല, എങ്കിലും ഞാൻ പറ്റുന്ന പോലെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റോറും ഒന്ന് നനച്ചു കൊടുക്കണമായിരുന്നു കേട്ടോ. ഞാനത് പിന്നീടാണ് ഓർത്തത് നനച്ചു കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് അല്പം വെള്ളം എടുത്തിട്ട് ഒന്ന് നനച്ചു കൊടുക്കാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതൊന്ന് വളരെ ഹാർഡായിട്ടൊന്ന് പ്രസ് ചെയ്യണം. പക്ഷെ അന്നേരം ചിലപ്പം ഇതിൻ്റെ നടുവൊക്കെ ചിലപ്പോൾ ഒന്ന് മടങ്ങി പോവോ, വിള്ളൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ളം വെച്ചിട്ട് നനയ്ക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം മാത്രമേ ഞാൻ അങ്ങനെ ചെയ്തുള്ളൂ, പിന്നൊക്കെ വെള്ളം വെച്ച് നനയ്ക്കുകയാണ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ നമുക്കിതിൻ്റെ അരുവൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യാം. അങ്ങനെ ഒരു എന്താ പറയുക, ഒത്തിരി നമുക്ക് ഇപ്പോൾ ചില ആൾക്കാർ ഇപ്പം എന്താ പറയുക ഒരു ഫോർക്കൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ കൈ വെച്ചിട്ട് തന്നെ ചുമ്മാ മടക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പിന്നെ കഴിക്കാൻ അതിലേറെ ഹെൽത്തിയും അതിനേറെ രുചിയുമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കാണാൻ ഭംഗിയുള്ള ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്കിതൊരു ബൗളിനകത്തോട്ടോ ഒരു പ്ലേറ്റിനകത്തോട്ടോ ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് പരത്തെടുത്ത് ഫില്ല് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാനൊന്ന് പരത്തിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കട്ടറിന് 2 പുറമുണ്ട്. ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ളൊരു വട്ടമുണ്ട്, വേറെ ഒന്ന് ഇങ്ങനെ റാ പോലത്തെ ഒരു ഡിസൈനുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തൊന്ന് അത് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന്. അപ്പോൾ അത് വെച്ച് ചെയ്തപ്പോഴാണ് നന്നായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ നെയ്ത്തനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അവനാണ് അത് കട്ട് ചെയ്ത് ഈ ഒരു ഷേപ്പിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനുമായിട്ട്. അപ്പോൾ ഇതും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് ഞാനത് അല്പം വെള്ളം ഇതുപോലെ തന്നെ മടക്കി വെക്കുന്നതിന് മുന്നേ തന്നെ ഇതുപോലെ ചുറ്റോറും വെള്ളം ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ വിള്ളൽ വീഴോ അല്ലെങ്കിൽ പൊട്ടോ ഒന്നുമില്ല, വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ.
അങ്ങനെ ഇതാ ഞാനിവിടെ ഈ ഒരു പ്ലേറ്റ് നിറച്ച് ഇതുപോലെ ആക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി വേറെ പണിയൊന്നുമില്ല, ഇത് നമ്മളൊന്ന് ആവിയിൽ കയറ്റിയെടുക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. കണ്ടോ, കാണാനൊക്കെ നല്ല ഭംഗിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കഴിക്കാനൊക്കെ ഭയങ്കര ആഗ്രഹം തോന്നുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. ഇത് തന്നെ പല രീതിയിൽ നമുക്ക് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് ആവി കയറ്റാനായിട്ട് ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിനകത്തുള്ള വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം ചൂടായി ആവി വരാൻ തുടങ്ങുമ്പോൾ ഞാൻ അല്പം നെയ്യാണ് ഈ ഒരു സ്റ്റീമറിനകത്ത് പുരട്ടി കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇത് തന്നെ ഇഡ്ഡലി തട്ടിലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാനിപ്പോൾ ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്ത് സ്റ്റീമറിൽ ഒരൊറ്റ പ്രാവശ്യം നമുക്ക് ഇതുപോലെ ചെയ്താൽ മതിയാവുന്ന ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ നെയ്യാണ് പുരട്ടി കൊടുത്തത്. നിങ്ങൾക്ക് അതിന് പകരം ജസ്റ്റ് ഒരു എണ്ണയാണെന്നുണ്ടെങ്കിലും മതിയാവും. അപ്പോൾ ആവി വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിവിടെ 10 മിനിറ്റ് മുതൽ 13 മിനിറ്റ് വരെ, അങ്ങനെയാണ് എനിക്ക് സത്യത്തിൽ 13 മിനിറ്റിലൊക്കെയാണ് എനിക്ക് ആയി വന്നിട്ടുള്ളത്. പക്ഷേ ആ 13 മിനിറ്റിൽ ആയിട്ട് ഞാൻ കുറച്ച് നേരം ചൂടാറാനൊക്കെ മാറ്റി വെച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നി കുറച്ച് നേരത്തെ മുന്നേ എടുക്കായിരുന്നു എന്ന് തോന്നി. അപ്പോൾ എനിക്ക് തോന്നുന്നു 10 മിനിറ്റ് 11 മിനിറ്റ് ഒക്കെ ധാരാളം മതിയാവും. ഞാനിവിടെ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 13 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് തുറന്ന് നോക്കിയത്. കണ്ടോ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ചൂടാറി വന്നിട്ടുമുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ലൊരു സ്നാക്കാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. പിന്നെ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്ക് എന്ന് വേണമെങ്കിലും പറയാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിത് ആവിയിൽ വേവിച്ചതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എക്സ്ട്രാ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.